ഭാവിയെ അങ്ങേക്കേകുന്നു
ഹല്ലേലൂയ ഹല്ലേലൂയ. കോട്ടങ്ങളെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദേഹത്തെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരോഗ്യത്തെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അവയവങ്ങളെയും നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരോ കോശത്തെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ കൃപ കൊണ്ടു നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗാണുക്കളെ നീക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിനെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നുള്ളിൽ നീ വാഴണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ നിരന്തരം നയിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉള്ളിൽ സക്രാരി തീർത്തിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നുള്ളിൽ നീ വാഴണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആശീർവാദവും നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചിന്തകളെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. തീരുമാനങ്ങളെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നടപടികളെയും നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ബോധ്യങ്ങളെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ധാരണകളെയും നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രതികരണത്തെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ബുദ്ധിയെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അറിവിനെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അറിവില്ലായ്മയെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വീഴ്ചകളെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരാജയങ്ങളെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വിജയങ്ങളെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ അവസ്ഥയെയും നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈക്കൊള്ളണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയോടെ എന്നെ കാണണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പാപം ക്ഷമിക്കണേ ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപരാധങ്ങൾ പൊറുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പാപ
നയിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിതമങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങേ കൈകളിൽ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ആശീർവദിക്കണ ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗ കവാടം തുറക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹ പെരുമഴ പൊഴിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേക പെരുനദി ഒഴുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം പാടി നമിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധിച്ചു പുകഴ്ത്തുന്നു. ഹല്ലേലൂയ 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 ഗീതം പാടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അന്ധകാരം മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗ വെളിച്ചം പൊഴിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേക സ്ഥലറക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിനെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിൻ മുറിവുകൾ നീക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിനാരോഗ്യം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിലഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിൽ സന്തോഷം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഉണർവിന്റെ വരവും നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ സമൂഹത്തെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ കുടുംബങ്ങളെയും നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹ ചൊരിയണ ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ തിരുസഭയങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മാർപ്പാപ്പായെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മെത്രാന്മാരെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ വൈദികരെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സന്യസ്തരെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അൽമായരെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ധ്യാനകേന്ദ്രങ്ങളെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രീമംഗങ്ങളെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രോതകരെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ലോകം മുഴുവന് നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മാനവരാശിയെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ധനകോടികളെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ രാഷ്ട്രങ്ങളെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഭരണകർത്താക്കളെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹം കൊണ്ടു നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഭാരതനാടിനെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അയൽ രാഷ്ട്രങ്ങളെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ കേരളദേശത്തെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹം ചൊരിയണേ ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ ബന്ധനമഴ
നൽകണേ ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ പാപം പൊറുക്കണേ ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ കൂരിരുളെല്ലാം മാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗവെളിച്ചം പരക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ജനതകളൊന്നായുണരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ രോഗികളെ അങ്ങ് കേൾക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സൗഖ്യം നൽകണേ ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരോഗ്യം നൽകണേ തമ്പുരാനേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിക്ക്. എന്താണ് സൗഖ്യം? എന്റെ പേര് ഷിജു എന്നാണ്. 8 വർഷം മുമ്പ് ബൈക്ക് ആക്സിഡന്റിന്റെ ചെറിയ ഷേക്ക് പറ്റിയായിരുന്നു. 8 വർഷം മുമ്പ് ബൈക്ക് ആക്സിഡന്റിൽ കഴുത്തിന്റെ തോളസ്ഥിക്ക് പരിക്ക് പറ്റി. ചതവുണ്ടായിരുന്നു. ഓക്കെ. അത് ഇപ്പൊ 1 വർഷം മുമ്പ് അത് നല്ലപോലെ ഇളകി വേദനയായിരുന്നു. ഞാൻ ജോലി പോലും അതുകൊണ്ട് റീവിന് വന്നാണ് വന്നിരിക്കുകയാണ് ഇവിടെ. കഴിഞ്ഞ ചൊവ്വാഴ്ച അഭിഷേകത്തിനിടയ്ക്ക് ഇത് മാറി. ഇപ്പൊ ഞാൻ അതുവരെ ഗുളിക കഴിക്കണ്ടായിരുന്നു. ഇപ്പൊ ഗുളിക കഴിച്ചിട്ട് 2 ദിവസമായി വേദനയില്ല. ഒരു വേദനയില്ല. ഒരു വേദനയില്ല. എന്നാ അപകടം ഉണ്ടായത്? 8 വർഷം മുമ്പാണ് ബൈക്ക് ആക്സിഡന്റ്. ആക്സിഡന്റ്. ആ വേദന കർത്താവ് എടുത്ത് മാറ്റി കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. പേര് പറഞ്ഞേ. പോൾ ജോസഫ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് നടുവേദന വളരെയധികം കൂടുതലായിട്ടുണ്ടായിരുന്നു. ഒരു 13ാമത്തെ വയസ്സിൽ ഞാനൊരു വീഴ്ചയുടെ ഭാഗമായിട്ട് എനിക്ക് ഒരു സൈഡ് ശരിക്കും വയറ് ഒരു അസ്വസ്ഥത ഒരു 15 വർഷം മുന്നാണ് എനിക്ക് തുടങ്ങിയത്. അതിന് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഒരു 15 വർഷത്തോളമായിട്ട് വേദന കൂടുതൽ 2 മണിക്കൂർ കൂടുതൽ എനിക്ക് കസേരയിൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഞാനിവിടെ വന്ന് ധ്യാനം കൂടി ഇത്ര സമയം ഞാൻ ഇരുന്ന് എനിക്ക് ഒരു വേദനയോ ഒരു പ്രശ്നമോ. ഡോക്ടർ എന്താ പറഞ്ഞത്? നടുവേദന ഈ അന്നത്തെ വീഴ്ചയിലിന്റെ ഭാഗമായിട്ടുണ്ടായത്. എന്നിട്ട് ഞാൻ ആലപ്പുഴയിൽ പോയി ഒരു 40. എത്ര വർഷം മുമ്പ് അപകടം ഉണ്ടായത്? 13ാമത്തെ വയസ്സിൽ. അപ്പൊ എത്ര വർഷം മുമ്പ്? അത് ഒരു 35 വർഷം കഴിഞ്ഞു. 35 വർഷം മുമ്പുണ്ടായ അപകട ഫലമായി നടുവിന് പരിക്ക് പറ്റിയതിന്റെ ഫലമായിട്ടാണ് 15 വർഷമായിട്ട് നടുവിന് വരെ ഡോക്ടർ പറഞ്ഞു. ആ വേദന മൂലം ഇരിക്കാൻ പ്രയാസമായിരുന്നു. 2 മണിക്കൂർ കൂടെ ഇരിക്കാൻ പറ്റില്ല. നടു കുനിക്കാൻ പ്രയാസമുണ്ട്. ഇരിക്കാനും ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു. ഏറ്റെടുക്കൊന്നും പറ്റില്ലായിരുന്നു. എന്നാണ് ഈ സൗഖ്യം കിട്ടിയത് ഇവിടെ വന്നിട്ട്? 10 ദിവസം തന്നെ. അത് 1-ാം ദിവസം. 1-ാമത്തെ ദിവസം സ്തുതിപ്പിന്റെ സമയത്ത്
സൗഖ്യമുണ്ടായി. അപ്പൊ അച്ഛൻ പറഞ്ഞു 19 ആളുകൾക്ക് നടുവേദന മാറുന്നു എന്ന് പറഞ്ഞു. 19 പേരുടെ നടുവിന് വേദന മാറുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ 9 പേരും കണ്ട് എഴുന്നേറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പം രണ്ടാമതൊന്നും കൂടി പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടി. അപ്പോഴാണ് കിട്ടിയത്. അതിനുശേഷം അച്ഛന് വീണ്ടും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. അച്ഛന് കറക്റ്റായിട്ട് എന്റെ അസ്വസ്ഥത പറഞ്ഞു. ഒരു ആക്സിഡന്റിൽ സംഭവിച്ചു. അപകട ഫലമായി നടുവിന് പരിക്ക് പറ്റിയ ഒരാൾക്ക് സൗഖ്യം കിട്ടിയ അയാളെ സാക്ഷ്യപ്പെടുത്തില്ല പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ആയിരുന്നു സാക്ഷ്യം. രോഗശാന്തി അപകട ഫലമായിട്ടുണ്ടായത്. എന്താ അപകടം വരുന്നത്? അത് ഞാൻ അമ്പൂരിനാളിന് വീട്ടില് ഒരു ഡെസ്കിന്റെ മുകളിൽ ഒരു കസേര ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ കസേര തെന്നിയിട്ട് ഈ ഇവിടെ അടിച്ചു വീണു. അന്ന് എനിക്ക് ഒരുമാതിരി വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു ബെഞ്ച് ഒടിഞ്ഞുപോയി. ആ സമയത്ത് ഞാൻ ചാടി എണീറ്റു. ഞാൻ സാധാരണ നടക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക്. അന്ന് എത്ര വയസ്സുണ്ട്? അന്ന് 13 വയസ്സിൽ. 13 വയസ്സുള്ളപ്പോൾ ഒരു ഡെസ്ക്, അതിന്റെ മുകളിൽ ഒരു കസേരയും കിഴപ്പോൾ ഒരു 4.5 അടിയെങ്കിലും ഉയരത്തിൽ നിന്ന് കസേര തെറ്റി വീണപ്പോൾ താഴെ വീണയാളാണ്. അന്ന് പരിക്ക് പറ്റി 35 വർഷം മുമ്പ്. പിന്നീട് ഈ ഒരു കഴിഞ്ഞ 15 വർഷം മുമ്പാണ് എന്റെ വേദന. അത് ആ വീഴ്ചയുടെ ഫലമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ വേദന ഇതുവരെ ഉണ്ടായിരുന്നു. കർത്താവിടെ അടയാള സഹിതം വെളിപ്പെടുത്തി അപകട ഫലമായി ഇങ്ങനെ വേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തും അദ്ദേഹമായിരുന്നു. ഇപ്പോൾ ഒട്ടും വേദനയില്ലല്ലോ? ഒട്ടും വേദനയില്ല. അത് തന്നെയല്ല, എന്റെ ഈ ഒരു സൈഡ് കാലിന് ഞരമ്പ് ശരിക്കും മരവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 3 വർഷം മുന്നേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതെ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ നാട്ടിൽ വന്നു. ആലപ്പുഴയിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. എവിടെയായിരുന്നു ജോലി? ആലപ്പുഴ, ദുബായില് ജോലി. ഈ ദുബായിൽ എയർപോർട്ടിൽ രോഗം മൂലം രാജിവെച്ചങ്ങ് പോകുന്നതാണ്. ഇപ്പൊ വേദന ഒന്നുമില്ല. ഇപ്പൊ വേദന എല്ലാം മാറി. ഇപ്പൊ എനിക്ക് ശരിക്കും പറയണെങ്കിൽ ഇവിടെ ഇത്ര ദിവസം ഞാൻ ഇരുന്ന് ഒരു വേദന ഒന്നും ഉണ്ടായിട്ടില്ല. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൂടാതെ എനിക്ക് പറയാൻ ഇപ്പൊ സാക്ഷ്യം പെടുത്താനായിട്ട് അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്റെ ജീവിതത്തിൽ ഒരു 25 അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ ദൈവം നടത്തി തന്നിട്ടുണ്ട്. അതെല്ലാനും പറയാൻ എനിക്ക് സമയമില്ലെങ്കിലും വളരെ വലിയ വലിയ വിപത്തുകളിൽ ദൈവം രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ ഈ ഒരു അവസരത്തിൽ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇനി എന്റെ ജീവിതം ദൈവത്തിന്റെ ആ ഒരു സ്നേഹം അനേകം മക്കളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കാനും എന്റെ ജീവിതം. എനിക്ക് 2 കുട്ടികളും ഭാര്യയുണ്ട്. എങ്കിലും എനിക്കൊണ്ട് കഴിയുന്ന സമയം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ദൈവത്തിന് വേണ്ടിയിട്ട് ആ സ്നേഹം അനേകം മക്കൾക്ക് പകർന്നു കൊടുക്കാൻ. ഹല്ലേലൂയ. ഇതാണ് ശരിക്ക് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ സുഖപ്പെടുത്തുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനാണ്. പത്രോസിന്റെ അമ്മായിമ്മ പരിപാലിച്ചു കിടക്കുക. ഈശോ കൈ നീട്ടിക്കൊടുത്തവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സൗഖ്യം കൊടുത്തതിന് ശേഷം അമ്മായിമ്മ യേശുവിനെ ശിഷ്യന്മാരെ ശുശ്രൂഷിച്ചു. എല്ലാ സൗഖ്യങ്ങളും ശുശ്രൂഷയിലേക്കുള്ള വെളിയാണ്. ഹല്ലേലൂയ. സൗഖ്യവും പൊതിഞ്ഞിട്ട് വീട്ടിൽ പോകാനല്ല. വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ച് നമ്മള് കർത്താവിന്റെ സന്നിധിയിലേക്ക് തന്നെ വരണം സൗഖ്യം കിട്ടുന്നത്. അത് വീട്ടിൽ തന്നെയാകാം, ഇടവപ്പള്ളിയിലാകാം, ഇവിടെയാകാം, എവിടെയെങ്കിലും യേശുവിന് സാക്ഷ്യം കൊടുക്കണം. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിച്ചുകൊണ്ടാകണമെന്നില്ല. വിശുദ്ധ ജീവിതത്തിലൂടെ സാക്ഷ്യം കൊടുക്കാൻ പറ്റും. അതാണ് ഈ സഹോദരൻ തീരുമാനമെടുത്തിരിക്കുന്നത്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. എന്റെ പേര് ഷൈനി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. 2.5 വർഷം മുമ്പ് ഒരു കാർ ആക്സിഡന്റില് എനിക്ക് പെടലി മുതല് താഴത്തോട്ട് കാൽപാദം വരെ ചതവുകളും മുറിവുകളും പൊട്ടലും എല്ലാമായിരുന്നു. ഇപ്പം അത് ഓരോന്നോരോന്നായിട്ട് ദൈവം സുഖപ്പെടുത്തി. എനിക്ക് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. എവിടെയൊക്കെ വേദന ഉണ്ടായിരുന്നത്? ഇങ്ങോട്ട് വരുമ്പം നട്ടെല്ലിന് വേദന, ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, മുട്ടിന് വേദന. എന്നാണ് അപകടം ഉണ്ടായത്? 2.5 വർഷം മുമ്പ്. എന്ത് അപകടമാണ്? കാർ ആക്സിഡന്റ്. കാർ ആക്സിഡന്റ് എവിടെയൊക്കെ പരിക്ക് പറ്റി? കഴുത്തിനും നടുവിനും? കോളറിട്ടിട്ട് 3.5 മാസം. ഇവിടെ വന്നപ്പോ കഴുത്തിനും നടുവിനും വേദന ഉണ്ടായിരുന്നു? നടുവിനും വേദനയുണ്ടായിരുന്നു, കഴുത്തിന് വേദന ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 2 വേദന മാറി. ഇപ്പൊ ഇരിക്കാം, ഇവിടെ വന്നിട്ട് ഇരിക്കാൻ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. നേരത്തെ പറ്റുന്നില്ലായിരുന്നു. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. പേര് ഗ്രേസി ജോഡി, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ മരുമകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ഗുഡ്നസ് TV തുടങ്ങിയ സമയത്ത് ഇവിടെ ഞാൻ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മരുമകൻ വിദേശത്താണ്, ലീവിന് വന്ന സമയത്ത് ഭയങ്കര ശക്തിയായി വയറുവേദന ഉണ്ടായി. വയറുവേദനയായിട്ട് പെട്ടെന്ന് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. ആസ്പത്രി കൊണ്ട് ചെന്നപ്പോ പറഞ്ഞു കിഡ്നിയിൽ കല്ലാണ്, ഉടനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ വന്ന് ധ്യാനം കൂടിയില്ല. ഗുഡ്നസ് ടിവിയില് ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരാധനയുടെ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവിടെ സാക്ഷ്യം പറയാം ഞാനും കുട്ടികളും കൂടി പ്രാർത്ഥിച്ചു. കിട്ടുന്ന കാലത്ത് എക്സ്റേ എടുത്തപ്പോ കിഡ്നിയിൽ കല്ലില്ല, ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. ടിവിയില് രോഗശാന്തി പ്രാർത്ഥന ആരാധന നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഇന്നായിരിക്കാം. ഇത് നിങ്ങൾ കാണുന്ന 20 ദിവസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞ്, 1 വർഷം കഴിഞ്ഞായിരിക്കാം. അതാണ് ഞാൻ പറയുന്നത്. നാക്യമ്പറമ്പിലച്ചൻ അമേരിക്കയിൽ വെച്ച് മരിയോത്സവ ധ്യാനത്തിന് ടോക്ക് റെക്കോർഡ് ചെയ്തു.
അപ്പൊ അച്ഛൻ പറഞ്ഞു വിരൽ മടക്കി നിവർത്താൻ പ്രയാസമുള്ളവർ സുഖപ്പെടുത്തുന്നു പറഞ്ഞു. ഇവിടെ ആ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശുശ്രൂഷകനായിരുന്ന ഒരാൾക്കും ജനങ്ങൾക്കും ആ സമയത്ത് തന്നെ സൗഖ്യം കിട്ടും. ഇതാണ് കർത്താവിന്റെ വചനത്തിന്റെ ശക്തി. അത് വരാൻ പോകുന്ന സൗഖ്യം മുൻകൂട്ടി വെളിപ്പെടുത്തുന്നതാണ്. ഇപ്പം ഗുഡ്നസ് ടിവിയിലെ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പം ഈ സഹോദരിയുടെ മരുമകന് ആ കിഡ്നി സ്റ്റോണിലെ കല്ല് കർത്താവ് എടുത്തു മാറ്റി ഒരു അസുഖം സൗഖ്യം കൊടുത്തു. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം.